പാകിസ്ഥാൻ പ്രതിരോധ മന്ത്രി ഖ്വാജ ആസിഫ് എന്നയാളുടെ വികലമായ ചില പ്രസ്താവനകൾ കാണാനിടയായി. അപ്പോൾ ഈയിടെ പ്രസ്താവനയിൽ പറയുന്നത് എന്താണെന്നറിയോ? പാകിസ്ഥാൻ്റെ സുരക്ഷയ്ക്ക്, ആഭ്യന്തര സുരക്ഷയ്ക്ക് പ്രശ്നം ഉണ്ടായാലോ, അവിടെ ആഭ്യന്തര സുരക്ഷയില്ല, അവിടെ പ്രശ്നമാണ്. ആഭ്യന്തര സുരക്ഷയ്ക്ക് പ്രശ്നം ഉണ്ടായാലോ, അതുപോലെ തന്നെ അവിടുത്തെ ഈ ജലവിതരണം തടസ്സപ്പെട്ടാലോ ഇന്ത്യയെ ആക്രമിക്കാൻ മടിക്കില്ല, ഇന്ത്യയുമായിട്ട് യുദ്ധത്തിന് ഇറങ്ങുമെന്നാണ് പറഞ്ഞേക്കുന്നത്. ഇവന്മാരുടെ പൊടി പോലും കാണത്തില്ല ഇന്ത്യയായിട്ട് യുദ്ധത്തിന് ഇറങ്ങിയാൽ. കഴിഞ്ഞ തവണ കാല് പിടിപ്പിച്ച്, ട്രംപിനെ കൊണ്ട് കാല് പിടിപ്പിച്ചാണ് ഇതെങ്ങനെയോ ഇത് നിർത്തിയത്, ഈ യുദ്ധം തീർത്തത്. കാരണം രക്ഷയില്ലെന്ന് മനസ്സിലായി. അല്ലെന്നുണ്ടെങ്കിൽ അന്ന് പൊടിച്ചു കളഞ്ഞാൽ. സത്യത്തിൽ ആ യുദ്ധം നിർത്താൻ പാടില്ലായിരുന്നു. ഇന്ത്യ ആ മുഴുവൻ അതിഞ്ഞ് പിടിച്ചു എടുത്തിട്ട് അത് കുഴപ്പമൊന്നുമില്ല, അത് ഇന്ത്യ അധീന പാകിസ്ഥാൻ എന്നുള്ള രീതിയിൽ അവിടെ ഇരുന്നുകൊണ്ട് തന്നെ നമുക്കവിടെ ഒരു ഭരണകൂടത്തെ സ്ഥാപിക്കാമായിരുന്നു. അതായിരുന്നു നല്ലത്. കാരണം ഇത് എന്നും ഇന്ത്യക്ക് ഭീഷണിയാണ്. പഹൽഗാമിൽ ആ വെടിവെപ്പുണ്ടായി, അതായത് ഭീകരർ നുഴഞ്ഞു കയറി പാകിസ്ഥാനിൽ നിന്ന് ഭീകരരെ അയച്ച് വെടിവെപ്പിച്ചു. നിരപരാധികളെ 26 പേര് കൊല്ലപ്പെട്ടു നമ്മുടെ ജനങ്ങൾ. അപ്പോൾ അങ്ങനെ ഉള്ളപ്പോഴാണ് യഥാർത്ഥത്തിൽ ഒരു കടുത്ത നടപടിക്ക് നമ്മുടെ കേന്ദ്ര ഗവൺമെൻറ് മുതിർന്നത്. അതായത് 1960 ജലവിതരണ കരാർ, അതായത് സിന്ധു നദി ജല കരാർ എന്ന സംഭവം, ആ കരാർ അനുസരിച്ച് 80% വെള്ളം പാകിസ്ഥാനിൽ സിന്ധ് പ്രവിശ്യയിലും ബലൂചിസ്ഥാൻ പ്രവിശ്യയിലും കൊടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു, അവിടുത്തെ കനാലുകളിലാണ്. അപ്പോൾ ഇന്ത്യ അതങ്ങ് പുനഃപരിശോധിക്കുകയാണെങ്കിൽ ഇതങ്ങ് മരവിപ്പിച്ചു, തീർന്നു. ഇനി ആ കൊടുക്കുന്ന പ്രശ്നമൊന്നുമില്ല. ഇനി അടിയന്തരമായിട്ട് ഇന്ത്യ പെട്ടെന്ന് തന്നെ അവിടുത്തെ ജലം മുഴുവൻ തടയാനുള്ള ശ്രമമുണ്ട്. അങ്ങനെ തടഞ്ഞാൽ യുദ്ധത്തിന് മടിക്കില്ല എന്നുള്ള വിരട്ടാ വന്നേക്കുന്നത്. ഇയാളൊക്കെ ഇട്ട് വിരട്ടാൻ എന്തോ വിരട്ടുന്നത്? ഒരാവശ്യമില്ലാതെ ചുമ്മാ ഇരുന്ന് സംസാരിക്കുക എന്നുള്ളതേ ഉള്ളൂ. ഇനി അവിടുത്തെ ആഭ്യന്തര കാര്യം, അപ്പോൾ അതല്ല അതിനകത്ത് തമാശ വന്നത്. അതോടൊപ്പം പാകിസ്ഥാൻ പ്രസിഡന്റ് ആസിഫ് അലി സർദാരിയുടെ പ്രശ്നം വന്നു. സർദാരി പറഞ്ഞ എന്താണെന്നറിയോ? ഇന്ത്യയിലെ പള്ളികൾ, മുസ്ലിം പള്ളികളെല്ലാം ഭീഷണിയിലാണ് എന്ന്. ഇന്ത്യയിലെ മുസ്ലിം പള്ളികളെന്ന് പറയുന്നത് ഇന്ത്യയിലെ മുസ്ലിങ്ങളുടേതാണ്. അതിന് പാകിസ്ഥാൻ പ്രസിഡന്റ് വിലപിച്ചിട്ട് കാര്യമൊന്നുമില്ല. പാകിസ്ഥാനിലെ കാര്യം അയാൾ ആദ്യം നോക്കട്ടെ, അതിനുശേഷം മതി ഇന്ത്യയുടെ കാര്യത്തിലോട്ട് തലയിടുന്നത്. ഇപ്പോൾ ഇവിടെ ഉള്ള പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, വാരണാസിയിലെ നമുക്ക് ഒരു പ്രശസ്തമായ മുസ്ലിം പള്ളിയുണ്ട്, അത് തകർക്കാൻ പോകുന്നു എന്നുള്ള രീതിയിലാണ്, അതിന് ഭീഷണി ഉണ്ടെന്നുള്ളതാണ് സർദാരിയുടെ വെളിപ്പെടുത്തൽ. സർദാരിക്ക് ഭയങ്കര സങ്കടം. അത് സർദാരി സങ്കടപ്പെടേണ്ട, അത് ഇന്ത്യൻ മുസ്ലിങ്ങളുടേതാണ്. ഇവിടെ ആ പള്ളിയൊക്കെ അത് ഇന്ത്യൻ മുസ്ലിങ്ങളുടെ കാര്യം ഇന്ത്യൻ്റെ മുസ്ലിങ്ങൾ നോക്കിക്കോളും, ഇന്ത്യ ഗവൺമെൻറ് നോക്കിക്കോളും. അല്ലാതെ അത് പാകിസ്ഥാൻ ഗവൺമെൻറ് അതിൽ തലയിടേണ്ട കാര്യമില്ല. പാകിസ്ഥാനിലെ കാര്യം ആദ്യം അവിടുത്തെ കാര്യം ഒന്ന് ശരിയാക്കട്ടെ. അവിടെ പഞ്ചാബ് പ്രവിശ്യയിലും സിന്ധു പ്രവിശ്യയിലും ഒക്കെ ഉണ്ട്, ബലൂചിസ്ഥാനിലും ഒക്കെ ഭയങ്കരമായിട്ട് ആഭ്യന്തര ലഹള നടക്കുകയാണ്. അതുമല്ല, വേറെ ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. ജോയിൻ്റ് അവാമി കൗൺസിൽ എന്ന് പറയുന്ന ഒരു കൗൺസിൽ രൂപീകരിച്ചു. അതിനകത്ത് 4 നേതാക്കളാണ് അത് രൂപീകരിച്ചേക്കുന്നത്. അവർ ആവശ്യപ്പെട്ടേക്കുന്നത് പാക് അധിനിവേശ കാശ്മീർ, അവിടെ ഉള്ള ഒരു പാവങ്ങളെന്ന് പറഞ്ഞാൽ അവർക്കൊന്നും കൊടുക്കത്തില്ല ഈ പാകിസ്ഥാനിൽ നിന്ന്. കൈയടക്കി വെച്ചേക്കാണ് കാശ്മീരിൻ്റെ ഒരു ഭാഗം, അത് ഇന്ത്യയുടേതാണ് യഥാർത്ഥത്തിൽ. ആ ഭാഗം കൈയടക്കി വെച്ചിട്ട് അവിടെ താമസിക്കുന്ന ആളുകളുണ്ട്, കാശ്മീരികൾ. അവർ രണ്ട് വിഭാഗം, അതായത് നമ്മുടെ കാശ്മീരിലും പാക് അധിനിവേശ കാശ്മീരിലും ഉള്ളത് ഇത് ഈ രണ്ടിടത്തെയും വളരെ വലിയ പ്രത്യേകതകളെന്ന് വലിയ വ്യത്യാസമുണ്ട് ഇവർ തമ്മിൽ. കാരണം ഇന്ത്യയിലുള്ള കാശ്മീരികൾക്ക്, അതായത് നമ്മുടെ കാശ്മീരിൽ ഉള്ളവർക്ക് എല്ലാ സഹായങ്ങളും, അവിടെ എന്തെങ്കിലും ഒരു കലാമിറ്റി ഉണ്ടായാൽ, ഇപ്പോൾ വെള്ളപ്പൊക്കം അല്ലെങ്കിൽ അതുപോലെ വളരെ അതികഠിനമായ മഞ്ഞ് വീഴ്ച തുടങ്ങി ഇതുപോലുള്ള എന്തെങ്കിലും കലാമിറ്റികൾ ഉണ്ടായാൽ നമ്മുടെ ഗവൺമെൻറ് അവരെ സപ്പോർട്ട് ചെയ്യും. നമ്മൾ വേണ്ട കാര്യങ്ങളെല്ലാം ചെയ്തു കൊടുക്കും, നമ്മുടെ ജനങ്ങൾക്ക് എല്ലാവർക്കും കൊടുക്കുന്ന പോലെ ചെയ്യും. നേരെ മറിച്ച് ഈ പാക് അധിനിവേശ കാശ്മീരുണ്ടല്ലോ, അവിടെ ആ പാക് അധീന കാശ്മീരിൽ ഉള്ള കാശ്മീരികൾ, അവിടെ അവരും കാശ്മീരികളാണ്, അവർക്കൊന്നും കിട്ടത്തില്ല, ഒന്നുമില്ല. അവർക്ക് ഒരു റേഷനില്ല, അതുപോലെ തുടങ്ങി ഒരു കാര്യങ്ങളും അവർക്ക് കിട്ടത്തില്ല. അങ്ങനെ വന്നപ്പോഴാണ് ജോയിൻ്റ് അവാമി കൗൺസിൽ എന്ന് പറയുന്ന ഒരു കൗൺസിൽ രൂപീകരിച്ചിട്ട്
അവരിപ്പം പ്രക്ഷോഭം നടക്കുകയാണ്. അവിടെ വലിയ ബഹളം നടക്കുക. അത് ഒതുക്കാൻ അറിയാൻ വയ്യാത്തവനാ ഇന്ത്യയുടെ കാര്യത്തിനകത്ത് തലയിടാൻ വരുന്നത്. ഇവിടെ പ്രശ്നമുണ്ടെന്ന്, ഇവിടെ പ്രശ്നം ഉണ്ടെങ്കിൽ നമ്മൾ തീർത്തോളാം. അവിടുത്തെ പ്രശ്നം ആദ്യം അയാൾ തീർക്കട്ടെ. ഈ പാക് അധിനിവേശ കാശ്മീരിലുണ്ടല്ലോ, അവിടെ അവർ സമരം ചെയ്യുന്നത് എന്തിനാണെന്നറിയോ? വേറൊന്നുമല്ല, ആഹാരത്തിന് വേണ്ടിയാണ്. അവർക്ക് വേണ്ടതെന്ന് പറഞ്ഞാൽ സബ്സിഡൈസ്ഡ് റേറ്റിൽ ഗോതമ്പ് കിട്ടണം, അവർക്ക് വൈദ്യുതി കിട്ടണം, വെള്ളം കിട്ടണം. ഇതിനൊക്കെയാണ് അവർ സമരം ചെയ്യുന്നത്. ആ പ്രക്ഷോഭം അതാണ്, ആഹാരത്തിന് വേണ്ടിയുള്ള ഇതാണ്. കാരണം അവർക്കൊന്നുമില്ല, അവർക്കൊന്നും കൊടുക്കത്തില്ല. അവർ വെറും രണ്ടാംകിട പൗരന്മാരായിട്ട് പോലും അവരെ കണക്കാക്കത്തില്ല പാകിസ്ഥാൻ, ഈ അധിനിവേശ കാശ്മീരിലുള്ളവരെ. അപ്പോൾ അങ്ങനെ ഉള്ളപ്പോൾ യഥാർത്ഥത്തിൽ അവർക്ക് വേണ്ടെങ്കിൽ ഒരു കാര്യം ചെയ്ത് അതിങ്ങി തന്നു കഴിഞ്ഞാൽ ഇന്ത്യ അത് വൃത്തിയായിട്ട് കൊണ്ടുനടന്നോളും, ഭരിച്ചോളും, ഒരു പ്രശ്നവുമില്ല. അതിന് പകരം ഇന്ത്യയുടെ കാര്യത്തിൽ ഇന്ത്യയിൽ ഇങ്ങനെ സംഭവിക്കാൻ പോകുന്നു, അങ്ങനെ സംഭവിക്കാൻ പോകുന്നു എന്ന് പറഞ്ഞുകൊണ്ട് വിലപിക്കുകയാണ് ഇപ്പോൾ അയാൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അവിടുത്തെ ആഭ്യന്തര കാര്യം ആദ്യം നോക്കട്ടെ, അതൊന്ന് ശരിയാക്കട്ടെ. അവിടെ സിന്ധ് പ്രവിശ്യ, ബലൂചിസ്ഥാൻ, ഇവിടെ എല്ലാം പ്രശ്നമാണ്, പ്രക്ഷോഭങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. വളരെ ബുദ്ധിമുട്ടാണ് അവിടെയുള്ള ആൾക്ക്. അവർ പട്ടാളക്കാരെന്ന് പറഞ്ഞാൽ പാക് പട്ടാളം ഉണ്ടല്ലോ, ആ സിന്ധ് പ്രവിശ്യയിലൊന്നും പാക് പട്ടാളം ഇറങ്ങാക്കത്തില്ല. ബലൂചിസ്ഥാനിൽ ഇറങ്ങാൻ പറ്റത്തില്ല. ഇറങ്ങി പട്ടാളക്കാരെ കണ്ടു കഴിഞ്ഞാൽ അന്നേരം വെടിവെച്ച് കൊല്ലും അവരെ. ആ രീതിയാണ്. ഒരുപാട് പേര് കൊല്ലപ്പെടുന്നുണ്ട് പട്ടാളക്കാർ. അവിടെ പട്ടാളമൊന്നും ചെല്ലത്തില്ല, പാക് പട്ടാളം. കാരണം അവർക്ക് ഇപ്പോൾ ഒരു പ്രത്യേക പ്രവിശ്യയായിട്ട് തന്നെ ഏതാണ്ട് ഭരണം അങ്ങനെ മാറിക്കൊണ്ടിരിക്കുക. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇന്ത്യ അങ്ങനെ ചെയ്താൽ ഞങ്ങൾ ഇങ്ങനെ ചെയ്തോളാം, യുദ്ധത്തിന് മടിക്കത്തില്ല എന്ന്. ഇതൊക്കെ വിളിച്ച് പറയാൻ എന്ത് എളുപ്പമുള്ള കാര്യമെന്നറിയോ? 5 പൈസ കയ്യിലില്ല, കടക്കണിയിലാണ് എന്ന്. അത് മാത്രമല്ല, അവിടെ വേറെ ഈ അമേരിക്കൻ സഹായം ഉണ്ടെന്നുള്ള, വേൾഡ് ബാങ്കിൻ്റെ സഹായം ഉള്ളതല്ലാതെ ഒന്നുമില്ല. ഇനിയിപ്പോൾ വേൾഡ് ബാങ്കിൻ്റെ സഹായം ഒന്നും കിട്ടത്തൊന്നുമില്ല, ആ രീതിയായി. അപ്പോൾ ഇതെല്ലാം വരുന്നു. അപ്പോൾ ആണ് ഈ വലിയ വർത്തമാനം കൊണ്ട് ഇങ്ങോട്ട് ഇറങ്ങിയേക്കുന്നത്. അതുകൊണ്ട് ഖാജ ആസിഫ് ആദ്യം അവൻ്റെ നാക്ക് അവൻ്റെ വായിലിടട്ടെ, അനാവശ്യം പറയുന്നതിന് മുമ്പ്. അതുപോലെ തന്നെ അവിടുത്തെ പ്രസിഡൻറ്റ് സർദാരി ഉണ്ടല്ലോ, അയാൾ ഒന്ന് മര്യാദ പാലിക്കട്ടെ. ഇവിടുത്തെ പ്രശ്നങ്ങൾ ഇവിടെ തീർത്തോളാം, അവിടെ തീർക്കണ്ട, പാകിസ്ഥാനിൽ തീർക്കണ്ട. പാകിസ്ഥാനിൽ അവിടെ ന്യൂനപക്ഷങ്ങൾക്കെതിരെ ഒരുപാട് ആക്രമണങ്ങൾ നടക്കുന്നുണ്ട്. അവിടെ കാണുന്ന അവിടുത്തെ അരക്ഷിതാവസ്ഥയൊന്നും യഥാർത്ഥത്തിൽ ആ രീതിയിലുള്ള അരക്ഷിതാവസ്ഥ ഇന്ത്യയിലില്ല. എന്നിട്ടാണ് അത് തീർക്കാതെ ഇവിടുത്തെ കാര്യത്തിലോട്ട് തലയിടാൻ വരുന്നത്. അത് വേണ്ട, അത് ഇവിടുത്തെ കാര്യം ഇവിടെ ഉള്ളവർ നോക്കിക്കോളും. അതുകൊണ്ട് അവർ കണ്ണീര് ഒഴിക്കേണ്ട യാതൊരു കാര്യവുമില്ല, പ്രശ്നവുമില്ല. നമ്മുടെ കാര്യം നമ്മൾ നോക്കിക്കോളാം, നിങ്ങളുടെ കാര്യം ആദ്യം നിങ്ങൾ ശരിയാക്കുക എന്നേ സർദാരിയെ എടുത്തും അതുപോലെ തന്നെ ഖാജ ആസിഫിനടുത്തും പറയാനുള്ളൂ. അത് നല്ല മറുപടി യഥാർത്ഥത്തിൽ നമ്മുടെ വിദേശകാര്യ വകുപ്പ് കൊടുത്തിട്ടുണ്ട്, വ്യക്തമാണ് കൊടുത്തേക്കുന്നത്. അല്ലാതെ മന്ത്രിയൊന്നും പോയിട്ടില്ല, പറഞ്ഞിട്ടൊന്നുമില്ല. കാരണം യവനൊന്നും പറയുന്നതിന് മറുപടി അർഹിക്കുന്നില്ല നമ്മുടെ മന്ത്രിയുടെ ഒന്നും. ആ രീതിയിലാണ് ട്രീറ്റ് ചെയ്തേക്കുന്നത്, അങ്ങനെയുള്ളൂ. അതുകൊണ്ട് ഈ രീതിയിലുള്ള കാഴ്ചപ്പാടുമായിട്ട് ഇപ്പം വന്നുകൊണ്ടിരിക്കുക ഭീഷണി. ഇനിയൊരു യുദ്ധം ഉണ്ടായാലുണ്ടല്ലോ, ഇനിയൊരു യുദ്ധം ഉണ്ടായാൽ ഇന്ത്യക്ക് ഇപ്പം പറ്റിയ അബദ്ധം ഇനി പറ്റത്തില്ല എന്ന് വെച്ചാൽ നിർത്തിവെച്ചത് പോലെ പറ്റത്തില്ല. ഇനി ഒരു യുദ്ധം ഉണ്ടായാൽ അതിൻ്റെ അറ്റം അങ്ങ് കണ്ടിട്ടേ കാര്യമുള്ളൂ, വേറെ ഒരു കാര്യമില്ല. യുവമാർ ആറ്റം ബോംബ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ടല്ലോ എന്ന് പറഞ്ഞ അണുബോംബ്, അത് എടുക്കാൻ പോലും ഒക്കത്തില്ല. സമ്പുഷ്ടീകരിച്ച് വെച്ചിരിക്കുന്ന യുറേനിയം എടുക്കാൻ പോലും പറ്റത്തില്ല. കാരണം അതിൻ്റെ മുമ്പിൽ ബോംബ് ചെയ്ത് അത് മുഴുവൻ അടച്ചു കഴിഞ്ഞാൽ അവർക്ക് ഒന്നും ചെയ്യാനൊക്കത്തില്ല. അത് തുറക്കാൻ പോയി കഴിഞ്ഞാൽ അതായത് അത് വികേന്ദ്രീകരണം ഉണ്ടാവും, വലിയ പ്രശ്നം ഉണ്ടാവും. അത് മൂലം അതൊന്നും ചെയ്യാനും പറ്റത്തില്ല. അതുകൊണ്ട് അടങ്ങിയിരുന്നോട്ടെ, ഭീഷണിയൊക്കെ അങ്ങ് ചുരുട്ടി കൈ വെച്ചോണ്ടാൽ മതി. ഇന്ത്യയുടെ അടുത്ത് ഇതൊന്നും നടക്കുന്ന കാര്യമല്ല. നമ്മുടെ ഈ ഇന്ത്യയുടെ ശക്തി എന്ന് പറയുന്നത് കണ്ട് മനസ്സിലാക്കി ഭയന്ന് പേടിച്ച് കാല് പിടിച്ച് നിർത്തിയതാണ് യുദ്ധം. ഇനിയും അതുകൊണ്ട് ഇറങ്ങിയാൽ ചിലപ്പം തിരിച്ചു പോകാൻ ആൾ കാണത്തില്ല. അതുകൊണ്ട് അതില്ലാതിരിക്കുന്നതാണ് നല്ലത്. പിന്നെ നദീജല കരാർ ഇന്ത്യ എടുത്തേക്കുന്ന സ്റ്റാൻഡെന്ന് പറയുന്നത് വളരെ ശരിയായ സ്റ്റാൻഡാണ്. കാരണം വെള്ളവും അത് ഭീകരതയും ഒന്നിച്ചൊഴുകത്തില്ല, അത് വേണ്ട. ഭീകരരെ ഇന്ത്യയിലേക്ക് കയറ്റി വിടുന്നതും ഇന്ത്യയുടെ സുരക്ഷാ ഭീഷണിക്ക് ഇന്ത്യയിലെ സുരക്ഷയ്ക്ക് ഭീഷണി ഉണ്ടാകുന്ന വിധത്തിൽ ഒരിക്കലും അവർ പ്രവർത്തിക്കത്തില്ല എന്നവർ ബോധ്യപ്പെടുത്തിയാൽ മാത്രമേ ഇത് പുനഃപരിശോധിക്കത്തുള്ളൂ എന്നുള്ളത്. ജലക്കരാർ മരവിപ്പിച്ചേക്കുന്നത് പുനഃപരിശോധിക്കണമെങ്കിൽ അങ്ങനെ ചെയ്യുള്ളൂ.
അതുകൊണ്ട് അത്ര എളുപ്പമുള്ള കാര്യമൊന്നുമല്ല പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം. അവിടുത്തെ കനാലുകളിൽ, അതായത് ബലൂചിസ്ഥാനും സിന്ധ് പ്രവിശ്യയിലും ഒക്കെ ഉള്ള കനാലുകളിൽ 62% മുതൽ 80% വരെ വെള്ളം ഇല്ലിപ്പോൾ, വരൾച്ചയാണ്. അതിൻ്റെ കാരണം അവന്മാർ തന്നെ പിടിച്ചു വെച്ചതാണ്, നമ്മളാരും ചെയ്തതല്ല. ഇവിടെ ആളുകളെ അയച്ചു, നമ്മുടെ ജനങ്ങളെ കൊല്ലാൻ തുടങ്ങിയപ്പോൾ നിർത്തിവെച്ചു. അതാണ് കാര്യം. ഏതായാലും അത്ര എളുപ്പമൊന്നും അല്ല ഈ പറയുന്ന കാര്യങ്ങളൊന്നും നടക്കുന്ന കാര്യമല്ല. ഈ ഭീഷണിയൊന്നും വിലപ്പോകത്തില്ല.